ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്നെന്താ ഇങ്ങനെ അടുപ്പിനടുത്തുനിന്ന്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ മഴക്കാലം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം മീനെല്ലാം കിട്ടാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളെ വീട്ടിൽ ഉണക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ചുകൊണ്ട് അന്നെല്ലാം അമ്മ ഒരു ചമ്മന്തി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അത് നമുക്ക് എന്താ പറയുക, ആ ചമ്മന്തി ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും വായിൽ വെള്ളം നിറയാണ്. അപ്പോൾ ആ ചമ്മന്തി ഉപയോഗിച്ച് ഒരു പറച്ചോറലന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചമ്മന്തി നമുക്കിന്നൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടില്ലേ ഉണക്കച്ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പൊടിച്ചെമ്മീൻ കുറച്ച് അധികം കിട്ടിയ സമയത്ത് അമ്മ തന്നെ ഉണക്കി വെച്ചതാണ്. അതുകൊണ്ട് ഞാനിത് കഴുകിയിട്ടെല്ലാം ഉണക്കിയതാണ്. നിങ്ങൾ കടയിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകെല്ലാം വേണം. നീ കഴുകി ഉണക്കിയതുകൊണ്ട് ഇനി കഴുകുന്നൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചെമ്മീനെ നമ്മൾ നന്നായി വറുത്തെടുക്കണം. അപ്പം നമ്മൾ തേങ്ങ ഇവിടെ ചിരവുന്നുണ്ട്. നേരത്തെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചിരവി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ പൊടി വറക്കുന്ന ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങയും കൂടി വറക്കാം. ചെമ്മീൻ പൊടി വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ പൊടി കുറച്ചൊന്ന് കളർ മാറുന്ന വരെ നമുക്ക് ഇതിങ്ങനെ വറുത്ത് കൊടുക്കണം. നമ്മുടെ ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ അടുപ്പത്ത് തന്നെ നമുക്ക് തേങ്ങയും കൂടി വറുത്തെടുക്കണം. അപ്പം നമ്മൾ ചെമ്മീൻ പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, കുറച്ച് തേങ്ങയും കൂടെ വറക്കണം. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടിയും കുറച്ച്, അതായത് ആവശ്യത്തിന് ഉപ്പും, അധികം ഇടണ്ട, കാരണം നമ്മളെ ചെമ്മീൻ പൊടിയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലിടുന്നുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഈ തേങ്ങ ഒന്ന് മൂക്കുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ തേങ്ങയെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിത് അമ്മിയിലിട്ട് ഒന്ന് ചമ്മന്തിയാക്കി അരച്ചെടുക്കണം. നമ്മളെ തേങ്ങ വറുത്തതും ചെമ്മീൻ പൊടിയും കൂടെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അമ്മിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും കൂട്ടുന്നില്ലേ. നമ്മുടെ ചമ്മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉണക്ക ചെമ്മീനും കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. കുറച്ച് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഞാനെന്തായാലും ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ശരി, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞങ്ങളിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.